വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ ജില്ലാ വികസന സമിതി കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് ഹാളിൽ യോഗം ചേർന്നു. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ ലക്ഷങ്ങളുടെ നിക്ഷേപമുണ്ടായിട്ടും ചികിത്സയ്ക്ക് പണം ലഭിക്കാതെ നിക്ഷേപകർ വലയുന്നു. പാലക്കാട് ക്രിസ്മസ് ആഘോഷത്തിന് തയ്യാറാക്കിയ പുൽക്കൂട് നശിപ്പിച്ച സംഭവം അപലപനീയമെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ. കൊടകര വാസുപുരം സ്വദേശി ദീപൻ ശിവരാമൻ സംവിധാനം ചെയ്ത ഉബുറോ എന്ന നാടകം കൊടകരയിൽ ശനിയാഴ്ച മുതൽ 3 ദിവസം പ്രദർശനം ആരംഭിച്ചു. ബാലസംഘം കൊടകര നോർത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലസംഘത്തിന്റെ സ്ഥാപക ദിനാഘോഷം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ ജില്ലാ വികസന സമിതി കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് ഹാളിൽ യോഗം ചേർന്നു. കളക്ടറുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളിലായി വികസന പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തി. വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ എല്ലാ വകുപ്പുകളും പ്രവർത്തിക്കണമെന്ന് കളക്ടർ ആവശ്യപ്പെട്ടു. രണ്ടാം നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായ ഹരിത കേരളം, ആർദ്ര മിഷൻ, വിദ്യാകിരണം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ലൈഫ് മിഷൻ എന്നിവയുടെ കീഴിൽ വരുന്ന പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തി. MLA പ്രത്യേക വികസന ഫണ്ട്, ആസ്തി വികസന പദ്ധതി എന്നിവയുടെ പുരോഗതിയും യോഗത്തിൽ വിലയിരുത്തി. കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ MLA മാരായ NK അക്ബർ, സേവ്യർ ചിറ്റിലപ്പള്ളി, ET ടൈസൺ മാസ്റ്റർ, KK രാമചന്ദ്രൻ, UR പ്രദീപ് എന്നിവരും റവന്യൂ മന്ത്രി K രാജൻ, ഡോക്ടർ R ബിന്ദു, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എന്നിവരുടെ പ്രതിനിധികൾ, വകുപ്പ് മേധാവികൾ, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ ലക്ഷങ്ങളുടെ നിക്ഷേപമുണ്ടായിട്ടും ചികിത്സയ്ക്ക് പണം ലഭിക്കാതെ നിക്ഷേപകർ വലയുന്നു. ബാങ്ക് തട്ടിപ്പ് പുറത്തു വന്നിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും തട്ടിപ്പ് നടത്തിയവർ ജാമ്യത്തിലിറങ്ങി നടക്കുമ്പോഴും തങ്ങളുടെ ജീവിത സമ്പാദ്യം മുഴുവൻ ബാങ്കിൽ നിക്ഷേപിച്ച നിക്ഷേപകർ പണം തിരികെ ലഭിക്കാൻ അപേക്ഷകളും നിവേദനങ്ങളും സാക്ഷ്യപ്പെടുത്തിയ കത്തുകളും ബില്ലുകളുമായി ഇപ്പോഴും ബാങ്കിൽ കയറിയിറങ്ങുന്നു. മാടായിക്കുളം സ്വദേശി നെടുപുറത്ത് വീട്ടിൽ 65 വയസ്സുള്ള ഗോപിനാഥൻ തന്റെ ജീവിതകാലം മുഴുവൻ പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ട 32 ലക്ഷത്തോളം രൂപ കരുവന്നൂരിൽ നിക്ഷേപിച്ചു. 2015-ൽ അപകടത്തിൽ തുടയെല്ല് പൊട്ടി അതീവ ഗുരുതരാവസ്ഥയിലായി. പിന്നീട് ജീവിതം ദുരിതത്തിലായി. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് കാലിൽ പഴുപ്പുകൂടി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അടിയന്തര ഓപ്പറേഷനുകൾ നടത്തിയെങ്കിലും വലിയൊരു ഓപ്പറേഷൻ കൂടി നടത്തേണ്ടതുണ്ട്. ഇതിനായി വലിയ തുകയുടെ ആവശ്യമുണ്ട്. പലതവണ ബാങ്കിൽ അപേക്ഷ നൽകിയിട്ട് 3 തവണയായി 50,000 രൂപ വീതം 1.5 ലക്ഷത്തോളം മാത്രമാണ് ലഭിച്ചതെന്ന് ഭാര്യ പ്രഭ പറയുന്നു. ഇവിടുത്തെ MLA അടക്കമുള്ള ആളുകൾ, മന്ത്രി അടക്കമുള്ള ആളുകൾ ഇടപെട്ട് ഉണ്ടാകണമെന്നാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ ചേച്ചിനെയും കുടുംബത്തെയും സഹായിക്കണം. ആൾ ഗൾഫിൽ വെച്ച് പണദാരിദ്ര്യത്തിൽ വെച്ച് പണിയെടുത്തുണ്ടാക്കിയ കാശ് രൂപ ഇവിടെ കിടക്കുന്നുണ്ട്. 32,000 അതിന് 2 പ്രാവശ്യം 50 തന്നു. ഇനി 31,30,000 രൂപ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ 5ാമത്തെ അപേക്ഷയാണ് ഇവിടെ വെച്ചിട്ടുണ്ട്. പാലക്കാട് ക്രിസ്മസ് ആഘോഷത്തിന് തയ്യാറാക്കിയ പുൽക്കൂട് നശിപ്പിച്ച സംഭവം അപലപനീയമെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരുത്. നാട്ടിൽ കുഴപ്പം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് സുരക്ഷിതമായ ജീവിതാന്തരീക്ഷം ഉറപ്പാക്കണം. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷം, ബംഗ്ലാദേശിൽ ഹിന്ദു സമൂഹം. ന്യൂനപക്ഷങ്ങൾക്കെതിരെ അക്രമങ്ങൾ അവസാനിക്കാൻ ഇന്ത്യ ഇടപെടണം. ലോകത്തെവിടെയും നടക്കുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കണം. SYS കേരള യുവജന സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ബഹുഭൂരിഭാഗം ജനങ്ങളും മതേതരമായി ചിന്തിക്കുന്നവരാണ്. പ്രമുഖ അമേരിക്കൻ പണ്ഡിതൻ യഹിയ റോഡസ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഗലൂൽ ബുഖാരി പ്രാർത്ഥന നടത്തി. SYS സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ തങ്ങൾ സഖാഫി അധ്യക്ഷനായി. റവന്യൂ മന്ത്രി K രാജൻ, ബെന്നി ബഹനാൻ MP, പേരൂർ അബ്ദുറഹ്മാൻ സഖാഫി, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, M മുഹമ്മദ് സഖാഫി എന്നിവർ സംസാരിച്ചു. ഉപയോഗിച്ച് അത്തരം ആശയങ്ങളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കാൻ പാടില്ല. ഇതാണ് നമ്മുടെ പ്രഖ്യാപനം. By these meanings such that it leads to true faith
in the one living Creator subhanahu wa ta'ala. This is our portion of the name of Allah tabarak wa ta'ala ar-Rahman. But it doesn't stop there. കൊടകര വാസുപുരം സ്വദേശി ദീപൻ ശിവരാമൻ സംവിധാനം ചെയ്ത ഉബുറോ എന്ന നാടകം കൊടകരയിൽ ശനിയാഴ്ച മുതൽ 3 ദിവസം പ്രദർശനം ആരംഭിച്ചു. കൊടകര ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ തയ്യാറാക്കിയ ഗാലറിയിലാണ് അവതരണം. ഫ്രഞ്ച് നാടക എഴുത്തുകാരനും സംവിധായകനുമായ ആൽഫ്രഡ് ജാറിയുടെ ഉബുറോയ് എന്ന നാടകമാണ് ദീപൻ മലയാളത്തിൽ അവതരിപ്പിക്കുന്നത്. കാലിക പ്രസക്തമായ വിഷയങ്ങൾ പറയാൻ ശ്രമിക്കുന്ന നാടകത്തിൽ സിനിമാ നാടകരംഗത്തെ പ്രഗത്ഭരായ ജെയിംസ് ഏലിയ, ഗോപാലൻ, ജോസ് പി റാഫേൽ എന്നിവർ അഭിനയിക്കുന്നു. കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് നിർമ്മിച്ചിരിക്കുന്ന ഈ നാടകം ഓക്സിജൻ തിയേറ്റർ കമ്പനിയാണ് അവതരിപ്പിക്കുന്നത്. കളിച്ച് നടന്ന ദീപു എന്ന ദീപൻ ശിവരാമൻ ലോക നാടകവേദിയെ അടയാളപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കലാജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മുടെ നാട് ദീപനെ സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിക്കുന്നു. ബാലസംഘം കൊടകര നോർത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലസംഘത്തിന്റെ സ്ഥാപക ദിനാഘോഷം നടത്തി. ബാലസംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഭിരാം രജിത് ഉദ്ഘാടനം ചെയ്തു. അലീന റോസ് അധ്യക്ഷത വഹിച്ചു. ബാലസംഘം ജില്ലാ പ്രസിഡന്റ് ദേവിക, ബാലസംഘം കൊടകര നോർത്ത് സെക്രട്ടറി കനേഷ്, ബാലസംഘം കൊടകര ഏരിയ സെക്രട്ടറി ആദർശ് എംഎസ്, ഡി ബേബി, കെ.ആർ. ജയശങ്കർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളുണ്ടായി. മത്സരാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം CPIM കൊടകര നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അൻവർ സാദിഖ് നിർവഹിച്ചു. GVHSS നന്ദിക്കരയിൽ നടത്തിയ NSS യൂണിറ്റിന്റെ 2024-25 വർഷത്തെ സപ്തദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു. GVHSS നന്ദിക്കരയിൽ നടത്തിയ കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ 2024-25 വർഷത്തെ സപ്തദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു. MT വാസുദേവൻ നായർ അനുസ്മരണത്തോടെ നടത്തിയ ചടങ്ങിന് നന്ദിക്കര സ്കൂളിലെ PTA പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ അധ്യക്ഷനായി. NSS പ്രോഗ്രാം ഓഫീസർ സ്വപ്ന TS സ്വാഗതം ആശംസിച്ചു. GHSS കൊടകരയിലെ പ്രിൻസിപ്പൽ സുധീർ M ഉദ്ഘാടനം ചെയ്തു. അരുൺ ഗാന്ധിഗ്രാം MT അനുസ്മരണ പ്രഭാഷണം നടത്തി. NSS ക്ലസ്റ്റർ കൺവീനറായ തോമസ് തൊട്ടിപ്പാൾ മുഖ്യാതിഥിയായി. രാജി MK, അലൻ റുബി എന്നിവർ ക്യാമ്പ് അനുഭവങ്ങൾ പങ്കുവച്ചു. അതുമാണ് MT പോലെയുള്ള എഴുത്തുകാർ. ഇന്നത്തെ മനോരമ പത്രത്തിൽ M മുകുന്ദൻ എഴുതിയിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അത് വായിച്ചു നോക്കി അറിയാം. ദില്ലിയിലെ അക്കാദമി അംഗത്വം ഉണ്ടായിരുന്ന സമയത്ത് MT താമസിച്ചിരുന്നത് അവിടുത്തെ അശോക ഹോട്ടലിലാണ്. അശോക ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത് താമസിക്കേണ്ട ഒരു വലിയ ഹോട്ടലാണ്, ഒരു സ്റ്റാർ ഹോട്ടലാണ്. അപ്പൊ MT ഇവിടെ നിന്ന് പോകുമ്പോൾ താമസിക്കുന്ന അശോക ഹോട്ടലിലാണ്. കലാഭവൻ മണി സമ്മാനിച്ച വാഹനം ഇനി വായന വണ്ടി. വിയാർപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാരാണ് ഉപയോഗിക്കാതെ കിടന്ന സ്കൂൾ വണ്ടിയെ തുറന്ന ലൈബ്രറിയാക്കി മാറ്റിയത്. മലയാളത്തിന്റെ മഹാ എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായി വായനാ വണ്ടി സമർപ്പിച്ചു. 7 ദിവസമായി ഗവൺമെന്റ് ഈസ്റ്റ് ഹൈസ്കൂളിൽ നടന്ന വിയാർപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിൽ പുസ്തകപ്പയറ്റ് പ്രോജക്ടിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ വായനാ വണ്ടി ഒരുക്കി സ്കൂളിന് സമർപ്പിച്ചത്. ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ കലാഭവൻ മണി വർഷങ്ങൾക്ക് മുൻപ് വിദ്യാലയത്തിന് സമ്മാനിച്ചതാണ് ഈ വാഹനം. സ്കൂൾ മുറ്റത്തെ ഓപ്പൺ ലൈബ്രറി എന്ന അനുഭവം ഇതിലൂടെ വിദ്യാർത്ഥികൾ യാഥാർത്ഥ്യമാക്കി. മലയാളത്തിന്റെ മഹാ എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ വിയോഗത്തെ തുടർന്ന് അദ്ദേഹത്തിനുള്ള സമർപ്പണമായി വായനാ വണ്ടി വിദ്യാലയത്തിന് സമർപ്പിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആലിഷ് ഷിബു ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ TD എലിസബത്ത് അധ്യക്ഷയായി. കൌൺസിലർ ഷിബു വാലപ്പൻ, NSS പ്രോഗ്രാം ഓഫീസർ വിജീഷ് ലാൽ, സ്കൂൾ HM ജയശ്രീ A, PTA പ്രസിഡന്റുമാരായ ജോഫിൻ ജോസ്, ധനീഷ് VH, NSS ലീഡർമാരായ കൃഷ്ണജിത്ത്, നിയ ഗ്രേസ് ബെന്നി, SMC ചെയർമാൻ BB വേലായുധൻ, സുനിൽ ഉടുമ്പത്തറയിൽ, ജെയ്സൺ KK എന്നിവർ പ്രസംഗിച്ചു. ഇന്നത്തെ സ്വർണ്ണവില സ്വർണം ഗ്രാമിന് 7,150 രൂപ, പവന് 57,200 രൂപ. ചുണ്ടുകളിൽ തിരഞ്ഞു ഞാൻ സ്വരം നിലാവിനെ
ശോഭയിൽ നിൻമുഖം മാത്രം, നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ ജില്ലാ വികസന സമിതി കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് ഹാളിൽ യോഗം ചേർന്നു. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ ലക്ഷങ്ങളുടെ നിക്ഷേപമുണ്ടായിട്ടും ചികിത്സയ്ക്ക് പണം ലഭിക്കാതെ നിക്ഷേപകർ വലയുന്നു. പാലക്കാട് ക്രിസ്മസ് ആഘോഷത്തിന് തയ്യാറാക്കിയ പുൽക്കൂട് നശിപ്പിച്ച സംഭവം അപലപനീയമെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. കൊടകര വാസുപുരം സ്വദേശി ദീപൻ ശിവരാമൻ സംവിധാനം ചെയ്ത ഉബുറോ എന്ന നാടകം കൊടകരയിൽ ശനിയാഴ്ച മുതൽ 3 ദിവസം പ്രദർശനം ആരംഭിച്ചു. ബാലസംഘം കൊടകര നോർത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലസംഘത്തിന്റെ സ്ഥാപക ദിനാഘോഷം നടത്തി. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.